ജാമ്യ ഹർജി തള്ളിയതിനു ശേഷം സിദ്ദിഖിനെ കുറിച്ച് ഒരു വിവരവുമില്ല. എവിടെയാണ് സിദ്ദിഖ് എന്നതിൽ തെരച്ചിൽ തുടങ്ങിയിട്ട് ഒരു രാവും പകലും പിന്നിടുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് ഒരു സൂചനയുമില്ല. പോലീസിൽ കീഴടങ്ങില്ല സിദ്ദിഖ് എന്ന ഏറ്റവും പുതിയ വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമ്മൾ കുടുങ്ങിയത് തന്നെ. പോലീസിനെ കിട്ടിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവരിച്ച് സൂപ്പാക്കും. ഞാനെന്റെ മലപ്പുറത്തുള്ള മാമയുടെ വീട്ടിൽ പോയി മലപ്പുറത്തെ മാമ നിനക്കിട്ടാണ് ആദ്യം കിട്ടേണ്ടത്. മനുഷ്യൻ മനസ്സമാനത്തോട് ഉറങ്ങിയിട്ട് ദിവസം എത്ര നേരം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ്. അത് സിനിമാ നടികൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ്. എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല, അപ്പ അടിക്കണം. കാരണം തരട്ടെ കണ്ട നേരം വഴി ബ്ലോക്ക് ആയിരുന്നല്ലേ, സോറി. ഇതുവഴി പോകാം. എങ്ങോട്ടാണ് ഞാൻ പോകുന്നേ? ഇതിനെ വളച്ച മൂത്രം ഒഴിച്ചിട്ട് വരാം. മൂത്രം ഇത്ര കഴിയുമ്പോ താനെ പൊക്കോളും. ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. അന്ന് ധൈര്യം ഉണ്ടായില്ല, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പൊ കുറച്ച് ധൈര്യം എന്നൊന്നും പറയാൻ നിൽക്കരുത്. എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും. ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ അപേക്ഷ. വനിതാ കമ്മീഷന് പോകാൻ നേരമില്ലാത്തതുകൊണ്ടും ഉടനടി ആക്ഷൻ എടുക്കാൻ വേണ്ടിയും ഈ കൊച്ചി ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നു. അതുകൊണ്ട് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ മാനം കാക്കാൻ വേണ്ടി മോനെ സുനി, നിന്നെ ഞങ്ങൾ പഞ്ഞിക്കിടാൻ പോവാണ്. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. സിദ്ദീഖിനായി പരക്കം പാച്ചിൽ. സാധനം ഇപ്പൊ എവിടെയുള്ളെന്ന് പറയൂ. നോക്കത്താ ദൂരം പരന്ന ജലാശയം, അതായത് ആഴി, കടലാഴി. ആഴിയോട് ചേർന്നിട്ടുള്ള കരയിൽ, കടൽക്കരയിൽ. കടൽക്കരയിലോ? എടാ മനോജ്, ഇതിലില്ല അതിലുണ്ടാ? ഓ, ഇത് അതിലുണ്ടോടാ? ഇതിനകത്തൊന്നും ഒരു പുല്ലുമില്ല. എടാ അൻവറേ, അതിനകത്തുണ്ടോ നോക്കിക്കേ. എവിടാ? ഇതില്ല. നിങ്ങൾ ഞാൻ മുൻകൂർ ജാമ്യം തള്ളി 27 മണിക്കൂറിലും നടൻ സിദ്ദീഖിനെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. 6 സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസിന്റെ പരിശോധന. സംസ്ഥാനത്തിന് പുറത്തേക്കും സിദ്ദീഖിനായി അന്വേഷണം. ഇങ്ങോട്ട് നോക്കി, ഇത് ഞാനാ പ്രഭാകരൻ തമ്പി. ഞാനങ്ങ് ഭയന്നു പോയല്ലോടോ. ഇങ്ങനെ ഭയന്ന് അതാ അകത്തായത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിരസിച്ച് ഇന്ന് 2ാം ദിനമാണ്. എന്തായാലും നടൻ സിദ്ദിഖിനെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലും പുറത്തുമൊക്കെ തെരച്ചിൽ തുടരുകയാണ്. പ്രതി ഒളിവിലാണെന്നതാണ് ഭാഷ്യം. എറണാകുളത്തെ സിദ്ദിഖിന്റെ വീടുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകളും എല്ലാം പോലീസ് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഹോട്ടലുകൾ അടക്കമുള്ള പരിശോധന ഇന്നലെ അർദ്ധരാത്രിയും തുടർന്നു. അടുത്ത ഒപ്രക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? അല്ല, എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. ഞാൻ ജിപ്പി കയറാൻ വേണ്ടി ഓടിയല്ലേ. സാർ, ഞാൻ ഈ കുളിയൊന്ന് നിർത്തിട്ട് ഇപ്പൊ വരാം. സാർ ഒന്ന് പുറന്തേച്ചേക്ക്. ചന്ദ്രന്റെ ടൈം ബെസ്റ്റ് ടൈമാ, കുളിപ്പിക്കാൻ വരെ കേരള പോലീസ്. സുപ്രീം കോടതിയിലേക്ക് സിദ്ദീഖ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഓടിച്ചിട്ട് പിടിക്കേണ്ട കാര്യമില്ല. ഹാജരാക്കാത്തത് സർ, അദ്ദേഹത്തിന് നടുവേദനയാണ്, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നടുവേദന? നാട്ടിലെല്ലാം കല്യാണത്തിന് പോകുന്നുണ്ട്, കല്യാണം വേണ്ടി പോകുന്നുണ്ട്, ഇലക്ഷൻ പ്രചരണത്തിന് പോകുന്നുണ്ട്. അന്നേരമൊന്നുമില്ലാത്ത നടുവേദന കോടതിയിൽ വരാൻ മാത്ര. ഇയാളുടെ പ്രതിയാണ്. ഇതെന്തിനാണ് കാണാൻ വേണ്ടി വെച്ചതാ? അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ? സർ, ഇഷ്യൂ വാറണ്ട്.